ഓക്കെ. സോ അങ്ങനെ കുറേ നാളിന് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തംബ്നെയിൽസൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം നോക്കിയില്ല, എന്നാലും ഒരു 75% തംബ്നെയിൽസും നന്നായിരുന്നു. അപ്പം അതിൽ വളരെ ഒരു നന്ദി. കാരണം നമ്മുടെ ഒരു എന്താ പറയുക, ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു പരിപാടിക്ക് നല്ലൊരു തംബ്നെയിൽ ഇട്ടതിൽ സന്തോഷം. ഇനി ആരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസൊന്നുമല്ല, ആരുടെയും വീഡിയോസിൽ തംബ്നെയിൽ മോശമായിട്ട് കൊടുക്കില്ലെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഒരിക്കലും എന്താ മോശമായിട്ടുള്ള തംബ്നെയിലൂടെ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം തംബ്നെയിൽസ് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹേറ്റും കൂടെ ചെയ്യുന്നു, മനസ്സിലായില്ലേ? സോ അത് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇന്ന് നടന്നത്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷനിലേക്ക് തിരിച്ചെനിക്ക് ബ്രാൻഡ് അംബാസഡറായിട്ട് വരാൻ പറ്റി. സോ അതിന് ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കുണ്ട്. ഞാൻ ആ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളത്. സോ കാരണം ഞാൻ പറഞ്ഞ കണക്ക് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക സർവീസ് എന്ന് പറയുന്നത് കുറച്ച് പേരിൽ മാത്രമേ എത്തത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേർക്ക്, കാരണം ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഇനി അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ. കാരണം അത് എല്ലാവർക്കും ഇനി നമ്മളെ വെൽമൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ നമ്മുടെ മൊബൈലിൽ ഇനി മെഡിക്കൽ പ്രൊഫഷനെ അത്രയും സിമ്പിളായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ എന്താ പറയുക, പിന്നെ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫറൊക്കെ ഉണ്ട് കേട്ടോ, കോഡ്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ തൊട്ട് കൺസൾട്ടേഷൻ തൊട്ട് ഇനി നിങ്ങളുടെ സർജറി വരെ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് റിഡക്ഷൻ കിട്ടുന്നതന്നെ. ഇതിന് മെഡിക്കൽ പ്രൊഫഷനിൽ ഒരിക്കലും ഡിസ്കൗണ്ട് എന്ന് പറയുന്നില്ല, റിഡക്ഷൻ. അത് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ CEO ആയിട്ടുള്ള നിസാം ബ്രോവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. സോ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവരും ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ വേറെ എന്തെങ്കിലും അതിപ്പോഴേക്കും എന്താണ് ഈ അവസരത്തിൽ പറയാൻ? ഭയങ്കര സന്തോഷമായി, ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം കുറേ നമുക്ക് ഇഷ്ടമാണല്ലോ ഈ അവളുടെ തന്നെ പ്രൊഫഷനിൽ. അപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ വെയിറ്റ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ ലൈഫിൽ കുറേ നാളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. ആ വെയിറ്റ് ചെയ്യുന്നത് ചുമ്മാതെ അല്ല. കാരണം പലരും ചോദിക്കുന്നുണ്ടേ, നിങ്ങളൊരു ഡോക്ടറല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കയറുന്നില്ല, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തൂടെ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാത്രം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പാഷൻ അതോടുകൂടി അല്ലെങ്കിൽ എൻ്റെ ആംബിഷൻസ് അതോടുകൂടി വിടേണ്ടി വരും. കാരണം എനിക്ക് വിചാരിച്ചാണെങ്കിൽ ലീവ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു 7-8 വർഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഡോക്ടറാണ്. അപ്പം ഞാൻ ലീവൊക്കെ വളരെ ചുരുക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. 12 hours നൈറ്റ് ഡ്യൂട്ടി ചെയ്തിരുന്ന ഡോക്ടറാണ്. അപ്പം അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലി നമുക്ക് നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു പാഷനോ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ലീവ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു പ്രൊഫഷനല്ല നമ്മുടേത്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കമ്പനിയുടെ, ഇൻ്റർനാഷണൽ മെഡിക്കൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. അതിനുപരി എൻ്റെ പാഷനും എൻ്റെ ആഗ്രഹങ്ങളും ഇതെല്ലാം ചേസ് ചെയ്യാനായിട്ടും എനിക്കുള്ള സമയം കിട്ടും. അത്രേ ഉള്ളൂ. സോ നിങ്ങളും നിങ്ങളുടെ പാഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സമയമെടുത്ത് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത്, ആ സമയത്ത് നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ കുറ്റപ്പെടുത്തും. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കുറ്റപ്പെടുത്തും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ നമ്മൾ ഉപദേശിക്കാൻ വരും. പക്ഷേ നമ്മൾ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലും വരും. അങ്ങനെ ബിഗ് ബോസിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് എൻ്റെ മെഡിക്കൽ പ്രൊഫഷനിൽ അതൊരു ബ്രാൻഡ്, എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിൽ കേരളത്തിൽ ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് അംബാസഡറായിട്ട് ഒരു ഇൻ്റർനാഷണൽ മെഡിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പറയുന്ന കണക്ക് ഭയങ്കര വലിയ ടാലൻ്റായിട്ടുള്ള ഡോക്ടറോ കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ ഹാർഡ് വർക്ക്, ഞാൻ അത്രയും കൺസിസ്റ്റൻ്റായിട്ട് പേഷ്യൻ്റായിട്ട് ഇരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കൊരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധിച്ചത്. അപ്പം ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിലും ഓരോ ആഗ്രഹങ്ങളും നേടാൻ വേണ്ടി പ്രയത്നിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ഉപദേശിക്കാൻ വരും. നല്ല ഉപദേശമാണെങ്കിൽ എടുക്കുക. അല്ല വെറുതെ നിങ്ങളെ കുത്താൻ വേണ്ടി വരികയാണെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിന് ശരിയെന്ന് തോന്നുന്നോ അത് മാത്രം ചെയ്യുക. ലീഗലായിട്ടുള്ള കാര്യം കേട്ടോ. ഈ മനസ്സിന് ശരിയെന്ന് തോന്നിയിട്ട് ഇനി ഡ്രഗ്സ് ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവസാനം എന്നെ മണ്ടേ കൊണ്ടുവരും. പിന്നെ ദൈവത്തോർത്ത് ഡ്രഗ്സ് യൂസ് ചെയ്യരുത്. ഞാൻ എൻ്റെ ഈ 35 വയസ്സ് വരെയും ഇന്നേ വരെ കള്ളു കുടിക്കുക, സിഗരറ്റ് വലിക്കുക, ഡ്രഗ്സ് എടുക്കുക അല്ലെങ്കിൽ ഒരു വിധമായിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഓക്കെ, അത് ആരും എൻ്റെ അടുത്ത് ചെയ്യല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ ലഹരി എന്ന് പറയുന്ന ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തുക അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ലഹരി. നിങ്ങളും നിങ്ങളെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ലഹരിയാക്കി എടുക്കുക. സോ സേ നോ ടു ഡ്രഗ്സ്. ഓക്കെ, പിന്നെ ഒരുപാട് ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൺമുന്നിൽ ആരെങ്കിലും അങ്ങനെ എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് പോലീസിൽ ഇൻഫോം ചെയ്യും. അതേപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇടയ്ക്കൊന്ന് കള്ളുപിടിച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാനൊന്നും പോകണില്ല. പക്ഷേ ഡ്രഗ്സ്, ഇതേപോലെ MDMA ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത്
തെറ്റ് തന്നെയാണ്. അതൊരു തലമുറ അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ നശിപ്പിക്കും. നമ്മൾ തന്നെ കാണുന്നില്ല ഒരുപാട് പേര് അത് കാരണം സഫർ ചെയ്യുന്ന. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻ്റായിട്ട് പോയി പോലീസ് കംപ്ലയിൻറ്റ് ഇന്നൊരാൾ എടുക്കുന്നുണ്ടെന്നുള്ളത്. അല്ലാതെ ഒരാൾ പറഞ്ഞു എടാ നീ ഇത് അടിച്ചില്ലെങ്കിൽ നീ വെറും പഴമാണെന്ന് പറഞ്ഞിട്ട് നീയും പോയി എടുക്കാനായിട്ട് നിൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സോ ഇപ്പോഴത്തെ തലമുറ നല്ല തലമുറയാണ്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ, കാരണം ജെൻസീസിനെ പൊതുവേ എന്ത് ചെയ്യാറുണ്ട്, ആൾക്കാർ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യാറുണ്ട്. പക്ഷേ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫിനെ പറ്റി വിഷനുള്ള, അല്ലെങ്കിൽ നല്ല ആംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ 90% ആൾക്കാർ ഞാൻ കണ്ടതിൽ ഇന്നേ വരെ ഒരു മോശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഒരു 5-10% ഉണ്ടായിരിക്കാം. അത് കാരണം ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യില്ലെന്നും കൂടെ എനിക്ക് വിനീതമായ എൻ്റെ ഒരു അപേക്ഷയാണ്. എന്താണ് നമ്മളെന്താ മില്ലേനിയല്ല അല്ലേ, 90s എന്താണ് പറയുന്നത്, 90s കിഡ്സ് അല്ലേ, തന്തവൈബ് എന്ന് പറയല്ലേ, ചിരിക്കണ്ട ആംഗിളും തന്നെ. ഇതിൽ 2000 കിഡ്സ് ആരും ഇല്ലല്ലോ. വേണ്ട, നമ്മൾ കണ്ടില്ലേ, നമ്മൾ 90s കിഡ്സ് കണ്ടില്ലേ. അല്ല ഞാൻ സംസാരിക്കല്ലേ, എൻ്റെ ഒരു സ്പേസ് എന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 3 വർഷവും എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ എനിക്ക് ഒരുപാട് വീഴ്ചകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളെല്ലാം സംഭവിച്ച സമയത്തും എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് എന്നെ ഒരുപാട് രീതിയിൽ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എൻ്റെ കൂടെ നിന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഡായിട്ട്, കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബലം എനിക്ക് പുള്ളിക്കാരിയുടെ ഫ്രണ്ടിൽ വെച്ച് അത് അച്ചീവ് ചെയ്ത് കാണിക്കാൻ പറ്റിയതിലും ഭയങ്കര അധികം സന്തോഷമുണ്ട്. സോ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ആരും ഡ്രഗ്സ് എടുക്കരുത്, ഡ്രഗ്സ് എടുക്കുന്നവരെ പിടിപ്പിക്കണം.